ഈ ഇടക്കാലത്തൊന്നും നമ്മുടെ ജോസ് കെ മാണിക്ക് നിയമസഭ കാണാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അവിടെ പരാജയപ്പെട്ട അദ്ദേഹം രാജ്യസഭയിലാണുള്ളത്. അതിനിടയ്ക്കാണ് ഇപ്പോൾ BJPയുടെ പുതിയൊരു തന്ത്രവുമായി അവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഷോൺ ജോർജിനെ പാലയിൽ മത്സരിപ്പിക്കുക എന്നതാണ്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമാകുമോ, അതോ നമ്മുടെ ജോർജിൻ്റെ മാണിയുടെ ജോസ് കെ മാണിയുടെ അവസ്ഥ എന്തായിരിക്കും? ജോസ് കെ മാണി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അന്നത്തെ ആ തോൽവിക്ക് ശേഷം 2021 LDFിൽ പോയതിന് ശേഷം രാജ്യസഭാ MP ആണ്. പക്ഷേ ജോസ് കെ മാണിക്ക് വേറെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മന്ത്രിസ്ഥാനം അത് നടന്നിട്ടില്ല. നമ്മളെപ്പോഴും പറയാറുണ്ട്, കരിങ്ങോഴക്കൽ തറവാട്ടിൽ ഒരു കൊടി വച്ച ഒരു കാറ് വന്നിട്ട് എത്ര നാളായി. അതിൽ വളരെ ദുഃഖിതനാണ്. ഒരാളേ ഉള്ളൂ, മന്ത്രി റോഷി അഗസ്റ്റ്. അദ്ദേഹവും കൊടിവച്ച കാറിൽ ആ കുടുംബത്തിലേക്ക് വരാറുമില്ല. പിന്നെ പാല കൈവിട്ടു പോയതിലുള്ള വിഷമത്തിലുമാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ UDFിലേക്ക് ചിലപ്പോൾ ചേക്കേറാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടി മുസ്ലിം ലീഗ് ഇങ്ങനെ ജോസ് കെ മാണിയുടെ പിന്നാലെ വട്ടം കറങ്ങുന്നുമുണ്ട്. കാരണം ലീഗിനാണിപ്പോൾ കോൺഗ്രസിനേക്കാൾ കൂടുതലായിട്ട് അധികാരത്തിൽ വരണമെന്നുള്ളത്. കാരണം അവർ ഇപ്പോൾ ഒരു കുറേ 10 വർഷമാകാറാകുന്നു ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. അപ്പോൾ ലീഗിൻ്റെ ഒരു ശ്രമമാണ് ജോസ് കെ മാണിയെ കൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ജോസ് കെ മാണി ഇപ്പോൾ നോക്കുന്നത് UDFിനകത്ത് മുഴുവൻ കലഹമാണ്, കോൺഗ്രസിനകത്ത്. ഇനി അങ്ങോട്ട് ചെന്ന് ചാടിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ കൂടെ തരൂരും വെടിപൊട്ടിച്ച് വേറൊരു വിഭാഗവും ഒക്കെ ഇങ്ങനെ രൂപം കൊണ്ടുവരികയാണ്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സമവാക്യങ്ങൾ മാറുമോ എന്ന് സംശയിക്കുന്നുണ്ട്. ആ സംശയം നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് ചാടിക്കെടുത്തു കഴിഞ്ഞാൽ LDFിലെ ഉള്ളതും കൂടി പോവുകയും ചെയ്യും. LDFിലെ 3ാം വട്ടം അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്നും കണക്ക് കൂട്ടുന്നുണ്ട്. എന്തായാലും ഒരു വർഷം ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. അടുത്ത, അതായത് 2026 ഏപ്രിൽ മെയ്യിലായിരിക്കും തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഈ ഒരു വർഷത്തിനകം നോക്കാം എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് 2025 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും. അതിലൊരു ചിത്രം തെളിയും. അതിലെ ചിത്രം പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല, കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ളതാണ്. പക്ഷെ എന്നാലും ഒരു ചെറിയൊരു ചിത്രം ലഭിക്കും. അതും കൂടെ നോക്കിയിട്ട് അങ്ങോട്ടോ ഇവിടെ തന്നെ ഉറപ്പിക്കണോ അങ്ങോട്ട് പോകണോ എന്നുള്ളത് തീർച്ചപ്പെടുത്തും. ലീഗ് ചില ത്യാഗങ്ങളൊക്കെ ജോസ് കെ മാണിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണ്. ലീഗിൻ്റെ സീറ്റാണ് തിരുവമ്പാടി വേണമെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കാം. അവിടുത്തെ കഴിഞ്ഞ തവണ 2021 CPMൻ്റെ MLA ആണ് വിജയിച്ചത്. ലീഗ് പരാജയപ്പെട്ടു. 2000-3000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ്. അതൊക്കെ വളരെ സുഖമായിട്ട് തിരിച്ചു പിടിക്കാമെന്ന് ലീഗ് കണക്ക് കൂട്ടുന്നുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. മുസ്ലിം വോട്ടുകൾ മുഴുവൻ ഏകീകരിച്ച് കൊണ്ടുവരാൻ കഴിയും എന്നും ലീഗ് കരുതുന്നുണ്ട്. അപ്പോൾ ജോസ് കെ മാണിയുടെ വിജയം ആദ്യം ഉറപ്പാക്കാം എന്ന് തീർച്ചപ്പെടുത്തുന്നുണ്ട്. കാരണം പാല എന്തായാലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അത് കാപ്പനായിരിക്കും. ജോസ് കെ മാണി വന്നാലും പാലയെ നിർത്തിയാൽ, കാരണം അദ്ദേഹം തുടർച്ചയായി 2 തവണ വിജയിച്ചു വരികയാണ്. ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും വിജയം ഉണ്ടായതാണ്. അപ്പം ജോസ് കെ മാണിക്ക് വിജയം അവിടെ കിട്ടണമെന്ന് ഇല്ല. പക്ഷെ BJP അവിടെ ഇറക്കാൻ പോകുന്നത് നമ്മുടെ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജിനെ ആയിരിക്കും. എന്തായാലും PC ജോർജിനും PC ജോർജിൻ്റെ മകനും BJP ഒരു പ്രത്യേക പരിഗണന കൊടുക്കും. PC ജോർജ് പ്രത്യേകിച്ച് ഇപ്പോൾ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടില്ല, കേസിൽ നിൽക്കുകയാണ്. ജയിലിലേക്ക് വരെ പോകേണ്ട ഒരവസ്ഥ വരെ എത്തി എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും PCക്ക് ഒരു പരിഗണന ഉണ്ടാകും. BJPയിൽ PCക്ക് പത്തനംതിട്ട സീറ്റ് പ്രതീക്ഷിച്ചിരുന്നതാണ് പാർലമെൻറ്റിലേക്ക്, അത് കിട്ടാതെ പോയി. ഇനിയിപ്പോൾ മകന് അവിടെ കൊടുക്കും. എവിടെ? ഈ പാലാ മണ്ഡലത്തിൽ. അങ്ങനെ പാലാ മണ്ഡലത്തിൽ എന്തായാലും BJPക്കൊരു വിജയമൊന്നും ഉണ്ടാകത്തില്ല, വോട്ട് പിടിക്കും. പക്ഷേ അത് ജോസ് കെ മാണിക്ക് കിട്ടുന്ന വോട്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ ഷോൺ ജോർജ് കിട്ടുന്നത്. ഷോൺ ജോർജിനും ആയാലും PC ജോർജിനായാലും ഇവർക്കൊക്കെ അവിടെ വ്യക്തിപരമായ വോട്ടുകൾ ഉണ്ടെന്നുള്ളതാണ്. അത് PC ജോർജിന്റെ ബന്ധമുണ്ട്. മേഖലയിലെ സ്വതന്ത്രനായിട്ട് PC തോമസ് വിജയിച്ചത്. അതെ, PC തോമസ് ഒക്കെ 2004 തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് നടന്നത്. BJP-യാണ് പിന്തുണച്ചിരുന്നത്. BJPയുടെ പിന്തുണയോടുകൂടിയായിരുന്നു. അതാണ് ആദ്യത്തെ സീറ്റ് എന്ന് പറയുന്നുണ്ട്. BJPയുടെ പിന്തുണയുള്ളതുകൊണ്ട്
അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പൂർണ്ണമായത് ഷോൺ ജോർജ് വിജയിക്കില്ലെന്ന് ഷോൺ ജോർജ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് കയറി വോട്ട് വർധന ഉണ്ടാക്കും. പക്ഷെ വിജയം നമുക്ക് പറയാൻ പറ്റത്തില്ലെന്നല്ല, വിജയം ഉണ്ടാകത്തില്ല ആദ്യത്തെ തവണ, അത് ഉറപ്പായ കാര്യമാണ്. ക്രൈസ്തവ ഏരിയയാണ്. പിന്നെ ക്രൈസ്തവർക്ക് സൂചിപ്പിച്ച 2004 ഇങ്ങനെ ഒരു പരീക്ഷണം നടന്ന കേരള കോൺഗ്രസുമായി ബന്ധമുള്ള വോട്ടുകൾ അത് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചുകൊണ്ടിരാം. പിന്നെ ജോസ് കെ മാണി പിന്നെ അവിടെ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും വലിയ പരാജയത്തിലേക്ക് പോകും. ചിലപ്പോൾ ജോസ് കെ മാണി 3ാം സ്ഥാനത്തേക്കായിരിക്കും പോകാൻ പോകുന്നത്. അപ്പോൾ ഈ പിന്നീട് ഇതിനകത്ത് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിലൂടെ ആ ഭാഗത്തൊക്കെയുള്ള ക്രൈസ്തവരുടെ വോട്ട് മുഴുവൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്നുണ്ട്, ന്യൂനപക്ഷ സമുദായത്തെ. അതൊക്കെ ഒരു അനുകൂല ഘടകമാണ്. അപ്പോൾ ഷോൺ ജോർജ് പിന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തരംഗം വലുതായിരിക്കും. കാരണം എന്തായാലും മാണിക്ക് ശേഷം ആ മണ്ഡലം ജോസ് കെ മാണിയിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നൊക്കെയായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത്. അതൊക്കെ തെറ്റി. ഇനിയിപ്പോൾ പാലയൊന്നും കരിങ്ങോഴക്കൽ കുടുംബക്കാരുടെ തറവാട്ട് സ്വത്തൊന്നും അല്ല. ജോസ് കെ മാണിയൊക്കെ കൈവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ജോസ് കെ മാണി ഇനിയിപ്പോൾ UDF വന്നാലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കേ, എങ്ങനെയായിരിക്കും വിലയിരുത്തുക? അവസരത്തിനനുസരിച്ച് അധികാരം നേടുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന പാർട്ടിയും അധികാരമോഹിയായ ജോസ് കെ മാണിയും എന്ന് ജനങ്ങൾ അതിനെ വിശേഷിപ്പിക്കും. അതുകൊണ്ട് പാലക്കാരും എങ്ങനെ എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. കാരണം എന്തായാലും കെ മാണിയെപ്പോലെ ഒന്നും വലിയ ഒരു ജനപ്രിയനൊന്നും അല്ല ജോസ് കെ മാണി. അതുകൊണ്ട് ജോസ് കെ മാണിക്ക് തിരിച്ചടി ഉണ്ടായി. അതാണ് 21 സംഭവിച്ചത്. 21 അദ്ദേഹത്തെ തോൽപ്പിച്ചതിന് പിന്നിൽ വേറെയും ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇടതുമുന്നണിയിൽ വന്നിരുന്നുവെങ്കിൽ മന്ത്രിയാകുമായിരുന്നു. പക്ഷേ ഏത് വകുപ്പ് വേണമെന്നുള്ളത് പോലും ബാർഗെയിനിങ്ങിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ കെ എം മാണിക്കും ആഗ്രഹങ്ങൾ പലതില്ലായിരുന്നു. അദ്ദേഹത്തിന് ഒരാഗ്രഹം കൂടെ ബാക്കിയുണ്ട്. വലിയ ആഗ്രഹം വർദ്ധിച്ചപ്പോഴാണ് ബാർക്കോഴ കയറി വന്നത്. മുഖ്യമന്ത്രിയാകുക എന്നുള്ളത്. മുഖ്യമന്ത്രിയാകാൻ യോഗ്യനല്ലേ കെ എം മാണി? പിന്നെ അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായിട്ടുള്ളവരെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ധനകാര്യ വകുപ്പ് വെച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹവും ആഗ്രഹിച്ചു. ഇനിയിപ്പോൾ കുഞ്ഞാലിക്കുട്ടി ആഗ്രഹിക്കുന്നില്ലേ എനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകണം എന്ന്? കുഞ്ഞാലിക്കുട്ടി ആഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി അത് നടപ്പിലാക്കുകയും ആ ആഗ്രഹം നടപ്പാക്കുകയും ചെയ്യും. അത് സാദിഖലി തങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കും. അതിൻ്റെ ഒരു സൂചന നേരത്തെ നൽകിയല്ലോ, ലീഗിന് മുഖ്യമന്ത്രിയാകാം എന്നുള്ളത്. കോൺഗ്രസ്സുകാരത് അതിന് വളവും കൂടെ വെച്ച് കൊടുക്കും. അപ്പോൾ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോകും. അപ്പോൾ ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചിത്രം ഇപ്പോൾ തെളിയത്തില്ല. അത് സാഹചര്യമാണ്. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരമുണ്ട്, UDF അനുകൂലമായ ഒരു തരംഗമാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാര്യങ്ങൾ അല്പം തകിടം മറിഞ്ഞു. ആ തകിടം മറിച്ചിൽ UDF കോൺഗ്രസിനും ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇനി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും എങ്ങനെ? എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ചിത്രമൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല നിയമസഭയിൽ. അത് LDF അല്ലെങ്കിൽ UDF മാറണമെന്നുള്ളത് അത് വേറൊരു തരത്തിലാണ്. നിയമസഭയുടെ എപ്പോഴും പ്രത്യേകമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ജോസ് കെ മാണി പാലയിലല്ല, എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തിരുവമ്പാടിയിൽ പോയാൽ ലീഗ് രക്ഷപ്പെടുത്തി കൊടുക്കും. പക്ഷേ ഇവിടെ തന്നെ LDF കൂടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി എവിടെ മത്സരിക്കും? പാലയിൽ മത്സരിച്ചാൽ തോക്കും. പ്രത്യേകിച്ച് ഷോൺ ജോർജ് അവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണിയുടെ പതനം ഒന്നും കൂടെ ആഴമേറിയതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.